മക്കളെ, പലപ്പോഴും ഹിന്ദിക്കാരോട് സംസാരിക്കാൻ പറ്റുന്ന കുറച്ച് നല്ല കിടിലം സെന്റൻസുകൾ ഒന്ന് നോക്കിയാലോ. ദാ പോരി. ഒന്നാമതാണ് സോക്ക പെട്രോൾ ഡാൽദോ. എന്താണ് സോക്ക പെട്രോൾ ഡാൽദോ? പ്രത്യേകിച്ച് ബാർബർ ഷോപ്പ് അല്ലെങ്കിൽ പെട്രോൾ പമ്പ് അല്ലേ, ഇവിടെയൊക്കെ ആരാണ്? ഹിന്ദിക്കാരാണ്. ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ഡൽഹി, ഹരിയാന, രാജസ്ഥാൻ, ഇവിടെ നിന്നുള്ളൊക്കെ ഹിന്ദിക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഹിന്ദി ഒക്കെ നന്നായി പഠിച്ചിരിക്കണം. ദാ പോരും. എന്താണ് ഇപ്പോൾ നമ്മൾ ഒരു പെട്രോൾ പമ്പിൽ ചെല്ലുന്നു. കാറായിക്കോട്ടെ, ബൈക്കായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ഒരു 100 രൂപക്ക് പെട്രോൾ അടിക്കണം. അപ്പം നമുക്ക് അവിടെ പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരം കിട്ടുകയാണ്. അവിടെ പറയണത് ഒരു മടിയും കൂടാതെ പറയണം സോക്ക പെട്രോൾ ഡാൽദോ. എന്താണ് 100 രൂപക്ക് പെട്രോൾ അടിക്കുമെന്നർത്ഥം. ഇതാ മലയാളത്തിൽ ഉച്ചാരണമാണ് സോക്ക പെട്രോൾ ഡാൽദോ. സോക്ക പെട്രോൾ ഡാൽദോ. ഭായ് സോക്ക പെട്രോൾ ഡാൽദോ. ഭയ്യ സോക്ക പെട്രോൾ ഡാൽദോ. ഇനി 200 രൂപയാണെങ്കിലോ ദോസോ എന്ന് പറയാം. ദോസോ. ഭായ് ദോസോക്ക പെട്രോൾ ഡാൽദോ. ഇനി അതൊക്കെ പോട്ടെ അല്ലേ. ഇപ്പോൾ ചില ആളുകളൊന്നും റൗണ്ടായിട്ട് പെട്രോൾ അടിക്കൂല. ചിലപ്പോൾ 110, 120 ആയിരിക്കും. അങ്ങനെ പറയാം, ഒന്നുമില്ല. ഭായ് 110 का पेट्रोल डाल दो. 120 ആണെങ്കിലോ ഭായ് 120 का पेट्रोल डाल दो. അപ്പോൾ ഇന്ന് മുതൽ നിങ്ങൾ പെട്രോൾ പമ്പിൽ പോവുകയാണെങ്കിൽ, എണ്ണടിക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾ പറയണം. ഒരു മടിയും കൂടെ പറയാം. അപ്പോൾ നിങ്ങൾ പറയേണ്ട ആവശ്യമൊന്നുമില്ല, അങ്ങനെ കാണിച്ചാൽ മതി. ഇങ്ങനെ കാണിച്ചാൽ പോരെ. പറഞ്ഞോളൂ, നമുക്ക് ഹിന്ദി പഠിക്കണ്ടേ. അപ്പോൾ ഒന്നാമത്തെ സെന്റൻസ് ആണ് സോക്ക പെട്രോൾ ഡാൽ ദോ. ഓക്കെ ആണല്ലോ. ഇനി രണ്ടാമത്താണ് കണ്ടോളി. ബാൽ കട്ട്വാന ഹേ. എന്താണ് ബാൽ കട്ട്വാന ഹേ? എന്താണ് എനിക്ക് അല്ലെങ്കിൽ മുടി വെട്ടിക്കണം എന്നാണ്. എനിക്കെന്നില്ല, മുടി വെട്ടിക്കണം. ബാൽ കട്ട്വാന ഹേ. അപ്പോൾ നമ്മൾ ബാർബർ ഷോപ്പിൽ പോകുന്നു അല്ലേ, അവിടെയൊക്കെ ഹിന്ദിക്കാരായിരിക്കും. എന്നിട്ട് ആക്ഷനാണ്, ഫുൾ ആക്ഷനാണ്. അങ്ങനൊന്നും പറയണ്ട, പറയണം ബാൽ കട്ട്വാന ഹേ, ബാൽ കട്ട്വാന ഹേ. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഹിന്ദി അറിയില്ല. അപ്പോൾ അവൻ ബാർബർ ഷോപ്പിൽ പോകുമ്പോൾ അല്ലെങ്കിൽ പെട്രോൾ പമ്പ് പോകുമ്പോൾ ഫുൾ ആക്ഷനാണ്, ഫുൾ ആക്ഷൻ. മുടി വെട്ടാൻ പോയി കഴിഞ്ഞാൽ എന്നിട്ട് അവനക്ക് ഹിന്ദി സംസാരിച്ച ഫീലിംഗ് ആണ്. എന്താ പറയുക, ഞാൻ ഹിന്ദി സംസാരിച്ചു. അപ്പം എന്താ ചെയ്യുക, ഒരു മടിയും കൂടാതെ ഇത് പറയാം. ഭായ് ബാൽ കട്ട്വാന ഹേ, ഭയ്യ ബാൽ കട്ട്വാന ഹേ. ഓക്കെ. ഒന്നാമത്തതാണ് സോക്ക പെട്രോൾ ഡാൽദോ. ഇതൊക്കെ പറയണം. ഒരുപാട് സ്വയം പ്രാക്ടീസ് ചെയ്യുക, എന്നിട്ട് അവസരം കിട്ടുമ്പോൾ പറയാം. അപ്പോൾ നമ്മൾ രണ്ടാമത് കഴിഞ്ഞതാണ് ബാൽ കട്ട്വാന ഹേ. ഇന്ന് മുതൽ പറയണം. ഇനി മൂന്നാമതാണ് എന്താണ്? ഇനി മുടിയല്ല, ഇവിടെ ബാൽ ഉദ്ദേശിച്ച് നമ്മൾ ആ മറ്റേ ബാലല്ല കേട്ടോ. ഓക്കെ, എന്താണ് മുടിയാണ്, മുടി. ബാൽ എന്ന് പറഞ്ഞാൽ മുടി എന്നാ. ഇനി അടുത്താണ് നമുക്ക് ഷേവിങ് അല്ലേ. ഹലോ, എന്താണ് ഷേവിങ് ചെയ്യണമെന്ന് പറയണം. അപ്പോൾ ബാർബർ ഷോപ്പിൽ നിന്ന് പറയണോ അതാ കണ്ടോളി. ഷേവിങ് കർവാന ഹേ. എന്താണ് ഷേവിങ് കർവാന ഹേ? भाई शेविंग करवाना है. भैया बाल कटवाना है. ओ भाई शेविंग करवाना है. शेविंग करवाना है, करवाना है. ഓക്കെ, ഷേവിങ് കർവാന ഹേ. എന്താണ് ഷേവിങ് ചെയ്യിക്കണം എന്നർത്ഥം. ഷേവിങ് ചെയ്യിക്കണം പറ്റുമോ? അപ്പോൾ അതും ഓക്കെ ആയല്ലോ. നമ്മുടെ മൂന്നാമത്തെ സെൻറ്റൻസ് ഓക്കെ. എന്താണ് ഒന്നാമത്തത്? സോക്ക പെട്രോൾ ഡാൽദോ. ഭായ് ബാൽ കട്ട്വാന ഹേ. ഭയ്യ ഷേവിങ് കർവാന ഹേ. മൂന്നുമായല്ലോ. ദാ ഇനി നമ്മുടെ നാലാമത് നോക്കിയേക്കാം. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട സെൻറ്റൻസ് കേട്ടോ. ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. പഠിച്ചിട്ട് പറയാൻ പഠിച്ചിരിക്കരുത്, പറയണം കേട്ടോ. ഇതാ നാലാമത്താണ് 1 കിലോ ചീനി തേതു. ചീനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ചീനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചസാര എന്നാട്ടോ. എന്താണ് പഞ്ചസാര? എന്തായി 1 കിലോ പഞ്ചസാര തരൂ എന്ന് ഹിന്ദിയിൽ പറയണമെങ്കിൽ ഇതാ ഇങ്ങനെ പറയാം, 1 കിലോ ചീനി തേതു. ബൈ 1 കിലോ ചീനി दे दो. भाई साहब 1 കിലോ ചീനി दे दो. 1 കിലോ ചീനി दे दो. ഇനി 2 കിലോ ആണെങ്കിലോ ദാ ഇങ്ങനെ ആക്കിയാൽ മതി. 1 ഉള്ളത് എന്താക്കുക, 2 ആക്കുക. भाई साहब 2 കിലോ ചീനി दे दो. 2 കിലോ ചീനി दे दो. ഇനി നിങ്ങൾക്ക് അരിയാണ് വേണമെങ്കിലോ അരി ചാവൽ എന്ന് പറയാം. എന്താ പറയുക? ചാവൽ. भैया 1 കിലോ ചാവൽ दे दो. 1 കിലോ ചാവൽ दे दो. 2 കിലോ ചാവൽ दे दो. 3 കിലോ ചാവൽ दे दो. അപ്പോൾ ഇവിടെ മാറ്റി കൊടുക്കുക. ഇവിടെ ചീനി എന്നുള്ളടത്ത് സാധനത്തിൻ്റെ പേര് മാറ്റി കൊടുക്കുക. അത്രയുള്ള സിമ്പിളാണ്. ഓക്കെ, 1 കിലോ ദേ ദോ. ഇതെന്താണ്? ഇത് ഫിക്സ്ഡ് ആണ്. അപ്പം അങ്ങനെ നമ്മൾ നാലാമത്തെ പഠിച്ചു. ഇനി അഞ്ചാമത്താണ് ദാ
पैसे मैं कल दे दूंगा. ആ ഇത് ചിലപ്പോൾ എല്ലാവരും പഠിച്ചു വെക്കും. എന്താണ് പൈസ നാളെ തരാൻ അർത്ഥം എന്താണ് പണം ഞാൻ നാളെ തരാം പണം ഞാൻ നാളെ തരാം ആണോ पैसे मैं कल दे दूंगा പണം ഞാൻ पैसे പണം मैं ഞാൻ പണം ഞാൻ നാളെ തരാം कल दे दूंगा पैसे मैं कल दे दूंगा ठीक है भैया पैसे मैं कल दे दूंगा നമ്മൾ മുടി വെട്ടിച്ചു ഓക്കെ പൈസ പേഴ്സ് എടുക്കാൻ മറന്നു പേഴ്സ് എടുക്കാൻ മറന്നല്ലോ പേഴ്സ് ഭൂൽ ഗയാ പേഴ്സ് ഭൂൽ ഗയാ भैया पैसे मैं कल दे दूंगा पैसे मैं कल दे दूंगा पर्स भूल गया पैसे मैं कल दे दूंगा क्योंकि पैसे भूल गया सॉरी पैसे नहीं पर्स भूल गया അപ്പോൾ എന്താണ് നമ്മുടെ അഞ്ചാമത്തെ സെന്റൻസ് ആണ് पैसे मैं कल दे दूंगा ഇതെങ്കിലും പഠിച്ചോളി പറയാലോ എന്താണ് पैसे मैं कल दे दूंगा പൈസ നാളെ തരാം കേട്ടോ ഇനി അപ്പം അങ്ങനെ അഞ്ചാമത്തെ കഴിഞ്ഞു നമ്മുടെ ആറാമത്തെ സെന്റൻസ് ആണ് ദാ കണ്ടോളി मैं घर जा रहा हूँ मैं घर जा रहा हूँ എന്താണ് मैं घर जा रहा हूँ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീട്ടിലേക്ക് പോവുകയാണെന്ന് भैया मैं घर जा रहा हूँ भाई साहब मैं घर जा रहा हूँ मैं घर जा रहा हूँ എന്ന് പറഞ്ഞു मैं घर जा रहा हूँ पैसे मैं कल दे दूंगा ठीक है अभी मैं घर जा रहा हूँ രണ്ടും ഒരുമിച്ച് പറഞ്ഞോളൂ എന്താണ് भाई साहब पैसे मैं कल दे दूंगा अभी मैं घर जा रहा हूँ രണ്ടും കൂടി അല്ലേ വലിയ സെൻറ്റൻസ് ആയി എന്താ പറഞ്ഞേ पैसे मैं कल दे दूंगा अभी मैं घर जा रहा हूँ अभी मैं घर जा रहा हूँ ഓക്കെ അപ്പോൾ നമ്മുടെ ആറാമത്തെ സെൻറ്റൻസ് കഴിഞ്ഞു എന്താണ് മേ ഘർ ജാ രഹാ ഹൂ മലയാളത്തിൽ ഇവിടെ ഉച്ചാരണം ഉണ്ട് കേട്ടോ ഇനി അടുത്ത നമ്മുടെ ഏഴാമത്തെ സെൻറ്റൻസ് ആണ് കണ്ടോളി ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക പറയാൻ ആളില്ല എന്നുണ്ടെങ്കിൽ സ്വയം പറയാം പ്രാക്ടീസ് ചെയ്യുക അങ്ങനെ തന്നെ ഇതാ ഏഴാമത്താണ് മേ രാസ്തേ മേ ഹൂം മേ രാസ്തേ മേ ഹൂം മേ രാസ്തേ മേ ഹൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വഴിയിലാണ് എന്നാണ് ഞാൻ വഴിയിലാണ് ഹലോ എവിടെത്തി മേ രാസ്തേ മേ ഹൂം മേ രാസ്തേ മേ ഹൂം നിങ്ങളുടെ ഫ്രണ്ടാണ് നിങ്ങൾ വിളിക്കുന്നത് വിചാരിക്കുക ഹിന്ദിക്കാരനല്ല മലയാളി തന്നെയാണ് ഹലോ എവിടെ മേ രാസ്തേ മേ ഹൂം അവനോട് പറയണം ഹിന്ദി അങ്ങ് പറയണേ मैं रास्ते में हूँ मैं आ रहा हूँ मैं रास्ते में हूँ मैं आ रहा हूँ എന്ന് പറയാ ഓക്കെ അപ്പം മേ രാസ്തേ മേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വഴിയിലാണ് എന്നർത്ഥം അപ്പം അങ്ങനെ അതും ഓക്കെ ഇനി അടുത്ത് എട്ടാമത്താണ് എന്താണ് മേര റീചാർജ് ഖത്തം ഹോ ഗയാ ഉണ്ടോ മേര റീചാർജ് ഖത്തം ഹോ ഗയാ പറഞ്ഞൂടെ നിങ്ങൾ റീചാർജ് കഴിഞ്ഞു അപ്പോൾ റീചാർജ് ചെയ്യിപ്പിക്കണം ഇത് വെറുതെ പറയാ ഭയ്യ മേരാ റീചാർജ് ഖത്തം ഹോ ഗയാ ഇനി നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആണെങ്കിലോ നമുക്ക് ഒരു തമാശ രീതിയിൽ പറയാലോ ഹിന്ദി പറഞ്ഞൂടെ പഠിക്കലുമായി പറയലുമായി അല്ലേ പ്രാക്ടീസിങ്ങുമായി പറയലുമായി രണ്ടുമായി മേരാ റീചാർജ് ഖത്തം ഹോ ഗയാ റീചാർജ് കറോ പൈസ ഡാൽ ദോ പറയാം ഓക്കെ എന്താണ് മേരാ റീചാർജ് ഖത്തം ഹോ ഗയാ എൻ്റെ റീചാർജ് കഴിഞ്ഞു എന്നർത്ഥം എൻ്റെ റീചാർജ് കഴിഞ്ഞു ഇതാ കണ്ടോളി അതാ എൻ്റെ റീചാർജ് തീർന്നു പോയി എന്നാണ് എൻ്റെ റീചാർജ് തീർന്നു പോയി ഇനി നമ്മുടെ ഒമ്പതാമത്താണ് നയൻത്ത് ആൻഡ് 10th ഓക്കെ ഇന്ന് നമ്മളൊരു 10 സെൻറ്റൻസുകളാണ് പഠിക്കാൻ പോകുന്നത് വളരെ കുറച്ചുള്ളൂ ഈ 10 സെൻറ്റൻസുകൾ എന്ത് ചെയ്യുക നിങ്ങൾ പ്രാക്ടീസ് നിർബന്ധമായി ചെയ്യണം മടി കൂടാതെ പറയാം ആരുമില്ല എന്നുണ്ടെങ്കിൽ സ്വയം പറയുക പ്രാക്ടീസ് ഒരുപാട് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഫിക്സ് ആവും അങ്ങനെ ആകുമ്പോൾ സാഹചര്യം വരുമ്പോൾ പുഷ്പം പോലെ പറയാൻ പറ്റും ഇനി എട്ടാമത്തെ സെൻറ്റൻസ് ആണ് മുझे മിൽ ഗയാ എന്താണ് മുझे മിൽ ഗയാ മുझे മിൽ ഗയാ മുझे മിൽ ഗയ എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടിയെന്നാണ് എനിക്ക് കിട്ടി എടാ നിനക്ക് കിട്ടിയോ മുझे മിൽ ഗയാ ഇനി അതിന് ഹിന്ദിക്കാർ വേണമെന്നില്ല നിങ്ങളുടെ ഫ്രണ്ട്സ് ആയാലും മതി അതാണ് ബെറ്ററാണ് എടാ കിട്ടിയാ മുझे മിൽ ഗയാ മുझे മിൽ ഗയാ മുझे മിൽ ഗയ എന്ന് പറഞ്ഞാൽ സാധനം എന്തും ആയിക്കോട്ടെ നിങ്ങളൊരു ഐഡിയ കിട്ടി ഐഡിയ മുझे മിൽ ഗയാ मुझे एक आइडिया मिल गया मुझे एक आइडिया मिल गया അപ്പോൾ എന്ത് കിട്ടിയാലും പറയാം मुझे मिल गया भाई मुझे मिल गया भाई साहब ओ भाई साहब मुझे मिल गया भाई भैया मुझे मिल गया എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടിയെന്നാണ് ഇനി 10ാമതാണ് मुझे नहीं मिला मुझे नहीं मिला
എനിക്ക് കിട്ടിയില്ല എന്നാണ്. മുജെ നഹീ മില, എനിക്ക് കിട്ടിയില്ല. അപ്പോൾ നിങ്ങൾക്കൊരു മെസ്സേജ് അയച്ചു, മെസ്സേജ് വന്നിട്ടില്ല, പറയാം മുജെ നഹീ മില. ഇനി പൈസ കൂടെ മുജെ നഹീ മില, അതെ പൈസ കിട്ടിയോ, മുജെ നഹീ മില. പൈസ കിട്ടിയോ, മുജെ നഹീ മില. മുജെ മില, എനിക്ക് കിട്ടി, അല്ല മുജെ മിൽ ഗയാ. മുജെ മില എന്ന് പറയാം, അല്ലെങ്കിൽ മുജെ മിൽ ഗയ എന്ന് പറയാം കേട്ടോ. എന്താണ് മുജെ മില അല്ലെങ്കിൽ മുജെ മിൽ ഗയാ, എനിക്ക് കിട്ടി. മുജെ നഹീ മില, എനിക്ക് കിട്ടിയില്ല എന്നർത്ഥം. അപ്പോൾ ഇന്നത്തെ ഈ 10 സെൻറ്റൻസുകൾ പലപ്പോഴും നമ്മൾക്ക് ഹിന്ദിക്കാരോട് അല്ലേ സംസാരിക്കാൻ കഴിയും. അപ്പോൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക, മടി കൂടാതെ പറയാം. ആപ് സഭി കോ മേരാ ബഹുത് ബഹുത് ധന്യവാദ്.